റൂഫ് വടക്കേക്കാരാണ് എൻ്റെ ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉമ്മുൽ ഖൈമിലാണ്. ഉമ്മുൽ ഖൈമിൽ ഈ റിഗാഗൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലാണ്. ഈ അറബികളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഫുഡാണ് ഈ റിഗാഗ് എന്ന് പറഞ്ഞാൽ. അത് ഇറാനിൽ നിന്നുള്ള ഒരു ഫുഡാണ്. ഇറാനികളാണ് അധികം ഈ റിഗാഗ് ഉണ്ടാക്കുക. അതിൻ്റെ ഷോപ്പിലൊക്കെ കൂടുതൽ അറബികളാണ് വാങ്ങി കഴിക്കുക. കൂടുതൽ അറബികളൊക്കെ തിങ്ങി പാർക്കുന്ന ഏരിയകളിലാണ് നമ്മൾ ഇത്തരം ഷോപ്പുകൾ കാണുക. വലിയ ടൗണിലൊന്നും ഈ റിഗാഗ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണില്ല. ഈ റിഗാഗ് ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു റിഗാഗ് ഒരുപാട് 8-10 ഐറ്റംസ് റിഗാഗുകളുണ്ട്. ഇതിൽ തന്നെ ഈ മുട്ട ഒഴിച്ചതും ചീസ് ഇട്ടതും ജാത്തർ ഉണ്ടതും അത് പോരാതെ വ്യത്യസ്തമായ കുറേ മസാലകൾ മിക്സിങ് ഉണ്ട്. കുറേ ഫിഷിൻ്റെ മറ്റേതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ വെറൈറ്റി ഫുഡുകളുള്ള സംഭവമാണ് ഈ റിഗാഗിൻ്റെ ഇത്. അപ്പോൾ ആ ഷോപ്പിൽ ഞാൻ വന്നിട്ട് ഒരു റിഗാഗ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് നോക്കി നോക്കാം. ഇവിടെ ഇതാണ് റിഗാഗ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു പാനാണിത്. ഇത് നല്ല ഹീറ്റ് കൊടുത്തിട്ട് നമ്മളെ ഗോതമ്പ് കുഴച്ചിട്ട് ഒന്നുമില്ല, ഗോതമ്പ്, വെള്ളം, ഉപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ നൈസായിട്ട് റൊട്ടി, ഈ റൊട്ടിക്കല്ല പ്രാധാന്യം, അതിന് മേലെ ഇടുന്ന ഈ ചീസ്, ഒമാൻ ചിപ്സ്, പിന്നെ ജാത്തർ, മുട്ട, അങ്ങനെ അതൊക്കെ പല ഐറ്റംസിലുണ്ട്. അതിലാണ് ആ ഫ്ലേവറുകൾക്കാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റേത് സാധാ ഒരു ഗോതമ്പിൻ്റെ ഒരു നൈസ്. ഉമ്മുൽ ഖൈമിലെ ഇതാണ് ഈ ബേക്കറി. ഇവിടെയാണ് ഞാൻ വന്നത്. ഇതാണ് അതിൻ്റെ ഷോപ്പ്. ഒരു ഇറാനി ഇയാളാണ് ഉണ്ടാക്കുന്നത്. പല ടൈപ്പ് സാധനങ്ങൾ. ഞാൻ വന്നപ്പോൾ എനിക്കൊരു സംഭവം ഉണ്ടാക്കി തന്ന്, മുട്ടയും ചീസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അപ്പോൾ റിഗാഗ് റൊട്ടി ഉണ്ടാക്കുക പോവാണ്. ഇറാനിയാണ് അദ്ദേഹം. ഇപ്പോൾ ഈ റിഗാഗിൻ്റെ കടയിലാണ് നമ്മളുള്ളത്. ഓക്കെ. അപ്പോൾ ചിക്കൻ ക്രാഫ്റ്റും മുട്ടയും ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ വ്യത്യസ്തമായ ഒരുപാട് ഫ്ലേവറുകളൊക്കെ ഈ റിഗാഗിലുണ്ട് കേട്ടോ. നോർമലി നമുക്ക് ഈ ചിക്കൻ ക്രാഫ്റ്റും ഈ മുട്ട ഇട്ടതും അല്ലെങ്കിൽ ഒമാൻ ചിപ്സ് ഇതൊക്കെയാണ് അധികം പൊതുവെ അറിയുന്നത്. അതല്ലാതെ ഒരുപാട് മസാലകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചോദിച്ച് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഡിഫറെൻ്റ് ചോദിച്ചിട്ടൊക്കെ കഴിക്കാം. ഒരു ഫിഷിൻ്റെ ഒരു ബോട്ടിൽ ഒരു ഫിഷൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ അത് വ്യത്യസ്തമായ മസാലകൾ അവിടെ ഉണ്ട്. അതൊക്കെ അവരോട് ചോദിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ അറബികളാണ് ഇത്തരം കടകളിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങുക. പിന്നെ ഇവിടെ ഈ റിഗാഗ് ഉണ്ടാക്കുന്ന കടകളിൽ റിഗാഗ് മാത്രമായിരിക്കില്ല, വേറെ ഈ റൈസും ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ട് വേറൊരു സംഭവമുണ്ട്. അതല്ലാതെ ഈ ഫൂള്, പിന്നെ നെഹി എന്ന് പറയും അറബിയിൽ, അത് ചെന ഉണ്ടല്ലോ, വൈറ്റ് കടല, അതുണ്ട്. അത് ഇതെല്ലാം വെറുതെ ഉപ്പിട്ട് പുഴുങ്ങുന്നതാണെങ്കിൽ കൂടിയിട്ട് അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അറബികളൊക്കെ ഇങ്ങനെ വാങ്ങി കൊണ്ടുപോയിട്ട് കഴിക്കുന്നതാണ്. ഒന്നുമില്ല, അത് വെറുതെ കഴിക്കുന്നതാണ്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കുബൂസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അവർ അത് കഴിക്കുക. ചിലർ അതിൻ്റെ കൂടെ വേറെ സംഭവങ്ങൾ കഴിക്കുന്നുണ്ടാവും. ഇതിൻ്റെ മേലെ ഉപ്പും അതിന് ചെറിയ ചില്ലി പൗഡറും മസാലപ്പൊടികളൊക്കെ ഇടുന്നത് കണ്ട് ഞാൻ എന്താണ് സ്പെഷ്യലായിട്ടെന്ന് അറിയുന്നില്ല. പിന്നെ ലെമണിൻ്റെ ജ്യൂസ്, ലെമണിൻ്റെ ഒരു ചീസൊക്കെ ഇട്ടിട്ട് ലെമണിൻ്റെ ജ്യൂസും ഒക്കെ ഒഴിക്കും. അതുപോലെ ഇത് പെപ്പറും സാൾട്ടൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് അതിൻ്റെ ഒരു മസാല ഇട്ട് ഈ ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുക എന്നല്ലാതെ ഇത് വെറുതെ ഇങ്ങനെ തോരി കഴിക്കുക, ഓരോ സ്പൂൺ ഇട്ടിട്ട് അതങ്ങനെ കഴിക്കുക. എന്തൊക്കെ മാറുണ്ട് പല ഭാഷയിൽ പറയുന്നുണ്ട്. ഒന്ന് ഫിഷിൻ്റെ മസാല എടുത്താൽ ഹണി ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലേവറുകൾ ഇതൊക്കെ നമുക്ക് അതിലിടാൻ പറ്റും. അറബികളാണ് കൂടുതലൊക്കെ കഴിക്കുക. നമുക്കറിയില്ല അത് ഏതാന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ഈ റിഗാഗ് എന്നുള്ള ഈ ഭക്ഷണത്തിന് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞ പോലെ കിട്ടില്ല. അറബികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഈ റിഗാഗിൻ്റെ ഷോപ്പുകളുണ്ടാവുക. ഒരു ചെറിയൊരു പൈസക്ക് ഒരു 5-8 ദിർഹംസേ അതിന് വരുന്നുള്ളത്. ക്യാമറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റായത്.
അപ്പോൾ എന്തായാലും ഈ ചൂട് സമയത്ത് ഔട്ട്ഡോർ വീഡിയോകൾ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻഡോറുള്ള വീഡിയോകളൊക്കെ പറ്റുന്ന പോലെയൊക്കെ എടുക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ. വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്. വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്. വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. വിത്തുവാരി